ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു മാങ്ങാക്കറിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള മാങ്ങാക്കറിയാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒരു സൈഡ് ഡിഷ് പോലും, നമ്മുടെ അച്ചാർ പോലും വേണ്ട, എന്തോരം ചോറ് വേണമെങ്കിൽ ഉണ്ണാൻ പറ്റും. മീനൊന്നും ഇല്ലെങ്കിലും എന്താ പറയുക, മീനിൻ്റെ മണത്തോട് കൂടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ പേര് കാണുന്നുണ്ട്. അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നെ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിവിടെ 2 മാങ്ങ എടുത്ത് വെച്ചിട്ടുള്ള നല്ല പുളിയുള്ള മാങ്ങയാണ് ഈ കറിക്ക് വേണ്ട. നല്ല പുളി വേണം കേട്ടോ, അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ മാങ്ങ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു പീസ് ഇഞ്ചി, പച്ചമുളക്, സവാള വലുതാണെങ്കിൽ ഒരെണ്ണം മതിയിട്ട്. ഇത് ചെറിയ സവാളയായിരുന്നു, അത് കാരണം ഞാൻ 2 എടുത്തിട്ടില്ല. അപ്പോൾ ഒരു വലിയ സവാള എടുത്താൽ മതിയിട്ട്. സവാളയൊന്നും അധികം വേണ്ട. അപ്പോൾ ഒരു മധുര രസമാണ് നമ്മുടെ കറിക്ക്. നല്ല പുളിയും വേണം, എന്നാൽ മധുരമുള്ള ഒരു രസവും വേണം. അതിനാണ് സവാള ഒരെണ്ണം എടുത്താൽ മതി. അപ്പോൾ മീൻ കറിയുടെ ഒരു ടേസ്റ്റ് പോലെ വരുന്ന കറിയായ കാരണം ഞാൻ മൺചട്ടിയിലാണ് വെക്കണത്. അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം കൂടി ഇട്ടിട്ട് ഞാനിപ്പോൾ ഇതിൽ സവാള, കറിവേപ്പില, ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കല്ലുപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പച്ചമുളക് ആഡ് ചെയ്യണില്ല കേട്ടോ. ഇതൊക്കെ കൈവച്ച് നന്നായി ഒന്ന് തിരുമ്പണം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടണ്ട, 2 ടീസ്പൂൺ കൂടണ്ട കേട്ടോ, കുറഞ്ഞാലും കുഴപ്പമില്ല. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ച് നന്നായി തിരുമ്പി ആ എല്ലാ സാധനങ്ങളും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി തിരുമ്പണം. അപ്പം തന്നെ ഒരു പ്രത്യേക മണമാണ്. നമ്മൾ മീൻകറി വെക്കണ പോലെ ഒരു മണം വരും. അതിന് ശേഷം നമ്മുടെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട നാളികേരപ്പാലാണ്. നാളികേരപ്പാൽ നല്ല കട്ടിയിൽ, ഇത്തിരി അധികം നാളികേരം വേണം. ഞാനൊരു വലിയ നാളികേരത്തിൻ്റെ പകുതി ഫുള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു നാളികേരം ഫുള്ളും എടുത്തോ. നല്ല കട്ടിപ്പാൽ വേണം, അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ്. എന്നാൽ ഇത്തിരി എന്താ പറയുക, കട്ടിയായിട്ടുള്ള ചാറുമാണ് ആ നാളികേരപ്പാലിൻ്റെ ടേസ്റ്റ് നിൽക്കണം. അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തൻപാൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാണ്ട് പിഴിഞ്ഞെടുത്ത പാൽ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് ആഡ് ചെയ്യാനാണ്. പിന്നെ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച കൂട്ടിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുത്ത് നാളികേരപ്പാലിലാണ് ഈ കറി വേവിച്ചെടുക്കണേ കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ ഒന്ന് വേവിക്കാൻ ആ നാളികേരപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കുന്ന നാളികേരപ്പാലൊക്കെ ഒന്ന് ചെരുകി പിഴിഞ്ഞെടുക്കണ നേരം മതി. അതാണ് ഒരു ഇത്തിരി നേരം പോകും. പിന്നെയൊക്കെ വേഗം ആവും. മാങ്ങയുള്ളു, വേഗം വെന്തും കിട്ടും. മാങ്ങ വെന്താൽ മതി. മാങ്ങ വെന്തോന്ന് നോക്കിയാൽ മതി. അതാണ് ഇതിൻ്റെ കറിയുടെ പരിവട്ടം. മാങ്ങ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം ഏകദേശം മീൻ വെക്കണ പോലെ തന്നെ നമ്മൾ ചട്ടിയിലായ കാരണം ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. നാളികേരപ്പാലല്ല, ഇനിയിപ്പോൾ സ്പൂണിട്ട് ഇളക്കിയിട്ട് പിരിയണ്ട. ലാസ്റ്റ് ഞാൻ നമ്മുടെ മാങ്ങ വെന്തോ നോക്കാൻ വേണ്ടി മാത്രം ഒന്ന് കയ്യിലിട്ടിട്ടൊന്ന് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം അല്ല, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഈ സമയത്തൊന്ന് നോക്കും. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ആയാലും ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് കുറവ് തോന്നുകയാണെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവ് കണ്ടപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണും കൂടിയും ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മാങ്ങയൊക്കെ വെന്ത് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ തൻപാലുണ്ടല്ലോ, ഇത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് എടുത്ത് വെച്ചിട്ടുള്ള തൻപാലാണ്. അതും കൂടി ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചട്ടിയിലായ കാരണം അതവിടെ ഇരുന്ന് ഒന്നും കൂടിയും വറ്റും. അപ്പോൾ കടുക് വറുത്ത് ഇടണം. അതിനായിട്ട് ഞാനിത്തിരി എന്താ പറയുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുക്കണം. കടുക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഉള്ളി, മീൻ കൂട്ടാനിൽ കടുക് ഇട്ട് കൊടുക്കില്ല, പക്ഷേ ഇതിൽ ഇത്തിരി കടുക് ഇട്ട് കൊടുക്കും. പിന്നെ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില കേട്ടോ. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, പെട്ടെന്ന് പണി കഴിഞ്ഞില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു മീൻ കറിയുടെ ടേസ്റ്റുമാണ്. ഇതിലൊരു വേണമെങ്കിൽ നമ്മുടെ അടുത്ത് മീൻ ഉണ്ടെങ്കിൽ മീൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പം അതൊന്നും മീനിൻ്റെ ആവശ്യമേ ഇല്ല, ഇങ്ങനെ തന്നെ എടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ കേട്ടോ.